ഇവർ രണ്ടുപേരും കപ്പിൾസ് ആയിരുന്നു. പക്ഷേ ആശിഷിന് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആശിഷിനെ വിവാഹം കഴിക്കുക എന്നത് ആയിഷയ്ക്ക് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. എന്നാൽ ഇതറിഞ്ഞ ആശിഷിന്റെ ഭാര്യ ഇവർക്ക് വേണ്ടി ഡൈവേഴ്സ് ചെയ്യാൻ തയ്യാറാവുന്നു. അതിനുശേഷം ആയിഷ തന്റെ മാതാപിതാക്കളോട് തന്റെ ബോയ്ഫ്രണ്ടിന്റെ കാര്യം പറയുവാനായി നാട്ടിലേക്ക് പോകുന്നു. അവളുടെ അച്ഛനും അമ്മയും അവർ വളരെ മൂഢനാണെന്ന് തന്നെ സ്വയം വിശേഷിപ്പിച്ചിരുന്നു. ആയിഷയുടെ ചേട്ടന്റെ ഭാര്യയോട് തന്റെ ലവറിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അവൾ ഒരു ആവേശത്തിന്റെ പുറത്ത് ആയിഷയുടെ അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് അവളുടെ ബോയ്ഫ്രണ്ടിന്റെ കാര്യം പറയുന്നു. ഇത് അവരെ വളരെ സന്തോഷിപ്പിച്ചു. അവളോട് ഇത്ര കാലമായിട്ടും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു. ആയിഷ തന്റെ ബോയ്ഫ്രണ്ട് ഡിവോഴ്സ് ആയതാണെന്നും അതുപോലെ മക്കളുള്ള കാര്യം പറഞ്ഞപ്പോഴും അവർക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ആശിഷിനെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷേ അവിടെ വെച്ചായിരുന്നു അവന് 51 വയസ്സുണ്ടെന്നും കല്യാണം കഴിഞ്ഞ മകളുണ്ടെന്നും ഇവർ അറിയുന്നത്. അത് ഈ മാതാപിതാക്കളെ വളരെ അസ്വസ്ഥരാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആയിഷയുടെ അച്ഛൻ തന്റെ കൂട്ടുകാരന്റെ മകനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് അയാളുമായി ആയിഷ ഇഷ്ടത്തിലാവുന്നു. അതിനുശേഷം കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് കടക്കുന്നു. ഇതൊക്കെ കണ്ട അവളുടെ ബോയ്ഫ്രണ്ട് വിഷമത്തോടെ തിരിച്ച് ലണ്ടനിലേക്ക് പോയിരുന്നു. കല്യാണ തലേന്ന് ആയിഷ തന്റെ അമ്മയോട് പറയുന്നുണ്ട് തനിക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ല എന്നും പക്ഷേ തന്റെ അച്ഛന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും. ഇത് അവളുടെ അച്ഛൻ ഫോണിൽ കൂടി കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ മനസ്സ് മാറി ലണ്ടനിൽ പോയി ആശിഷിനെ കൂട്ടാൻ പോകുന്നു. അതിനു മുൻപേ അവർ ലണ്ടനിൽ നിന്നും കല്യാണം മുടക്കി ആയിഷയെ സ്വന്തമാക്കാൻ വേണ്ടി പുറപ്പെട്ടിരുന്നു. ഇത് ആയിഷയുടെ അച്ഛനെ ഹാപ്പിയാക്കി. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഇതൊക്കെ ആയിഷയുടെ പ്ലാൻ ആയിരുന്നു. അവൾ ആ കല്യാണം കഴിക്കുന്നവനോട് ഇതൊക്കെ പറഞ്ഞ് അഭിനയിച്ചതായിരുന്നു. ഇതുകൊണ്ട് തന്നെയായിരുന്നു അവളുടെ അച്ഛന്റെ സ്വഭാവം മാറിയത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ബഗഡ് മൂവി.